ചില ബാങ്ക് ഉദ്യോഗസ്ഥരെ കണ്ടിട്ടില്ലേ, അവർക്ക് 2-3 വീടുകൾ സ്വന്തമായി ഉണ്ടാവും. അത്രയും തന്നെ ശമ്പളം വാങ്ങിക്കുന്ന ഒരു കമ്പനി ഉദ്യോഗസ്ഥനോ അല്ല IT ഉദ്യോഗസ്ഥനോ അങ്ങനെ സമ്പാദ്യം ഉണ്ടാവണമെന്നില്ല. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ? നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറില്ലേ നമുക്ക് കുറച്ച് കൂടുതൽ പൈസ ബാങ്കിൽ ഉണ്ടായിരുന്നെങ്കിലെന്ന്. അതിനുള്ള മാർഗ്ഗങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ബാങ്ക് അക്കൗണ്ടിൽ പണം മിച്ചമുണ്ടാകുന്നത് ഒരു മികച്ച സാമ്പത്തിക ലക്ഷ്യമാണ്. നിങ്ങൾക്കിതൊരു സുരക്ഷാ വലയം നൽകുകയും മാനസിക പിരിമുറുക്കം കുറയ്ക്കുകയും ഭാവി നിക്ഷേപങ്ങൾക്കുള്ള അവസരങ്ങൾ തുറന്നു തരികയും ചെയ്യുന്നു. ഇത് എങ്ങനെ നേടാമെന്ന് ഈ വീഡിയോയിൽ കാണാം. ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ നിലവിലെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ചിലവുകൾ ശ്രദ്ധിക്കുക. സമ്പാദിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പണം എങ്ങോട്ട് പോകുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബജറ്റിംഗ് ആപ്പുകളോ സ്പ്രെഡ്ഷീറ്റുകളോ അല്ലെങ്കിൽ പേനയോ കടലാസുമോ ഉപയോഗിച്ച് 1-2 മാസത്തെ നിങ്ങളുടെ എല്ലാ ചിലവുകളും രേഖപ്പെടുത്തുക. ഇത് നിങ്ങൾക്ക് ചിലവുകൾ കുറയ്ക്കാൻ കഴിയുന്ന മേഖലകൾ കണ്ടെത്താൻ സഹായിക്കും. ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക. നിങ്ങളുടെ ചിലവഴിക്കൽ ശീലങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു യഥാർത്ഥ ബഡ്ജറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. 50-30-20 എന്ന നിയമം ഒരു സഹായകമായ ഒരു രീതിയാണ്. 50% പണം ആവശ്യങ്ങൾക്കായി, അതായത് താമസം, യൂട്ടിലിറ്റികൾ, പലചരക്ക്, ഗതാഗതം. 30% നമ്മുടെ ആഗ്രഹങ്ങൾക്കായി, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കൽ, വിനോദം, ഹോബികൾ, ഷോപ്പിംഗ്. അങ്ങനെ 20% സമ്പാദ്യത്തിനും കടം വീട്ടുന്നതിനും. ഇവിടെയാണ് നിങ്ങൾ സമ്പാദ്യം ഉണ്ടാകുന്നത്. സാധ്യമെങ്കിൽ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുക. ഒരു ശമ്പള വർധനവ് ആവശ്യപ്പെടാം. നിങ്ങൾ ജോലിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. അതേസമയത്ത് കഴിഞ്ഞ ശമ്പളം വർദ്ധിപ്പിച്ചിട്ട് കുറച്ചു കാലമായി എങ്കിൽ ഉയർന്ന ശമ്പളത്തിനായി മാനേജ്മെൻറ്റുമായി ചർച്ച ചെയ്യുന്നത് നല്ലതാണ്. സൈഡ് ജോലികൾ കണ്ടെത്തുക. ഫ്രീലാൻസിങ്, കരകൗശല വസ്തുക്കൾ വിൽക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ നിങ്ങൾക്ക് അറിവുള്ള മേഖലകളിൽ സേവനങ്ങൾ നൽകുക എന്നിവ നിങ്ങളുടെ വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. വേറെ ഒരു കാര്യം, ഇതുമായിട്ട് നേരിട്ട് ബന്ധമില്ല എന്ന് തോന്നിയേക്കാം, എങ്കിലും ഇത് വളരെ സഹായകരമായ ഒരു കാര്യമാണ്. നിങ്ങളുടെ വരുമാനത്തിലെ 1% കുറഞ്ഞ ഒരു തുക ആ വരുമാന സോഴ്സിൽ തന്നെ തിരിച്ചു കൊടുക്കുക. അതെ, നിങ്ങൾക്ക് 10,000 രൂപ ശമ്പളമുണ്ട് എന്ന് കരുതുക. അതിൽ നിന്ന് 100 രൂപ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി, അതായത് നമ്മൾ എന്തെങ്കിലും പെറ്റി ക്യാഷ് കമ്പനിയോട് ചോദിച്ചു വാങ്ങിക്കില്ലേ, ഓട്ടോ പിടിക്കാനോ അങ്ങനെ എന്തെങ്കിലും, അത് വേണ്ടാന്ന് വെക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ചിലവാക്കുക. അങ്ങനെ ഒരു ആവശ്യമില്ല എങ്കിൽ ആ തുക കമ്പനിയിലെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ട്രീറ്റ് വാങ്ങിക്കൊടുക്കുക, ഒരു ലഞ്ചിന് കൊണ്ടുപോകുക. ഈ രീതിയിൽ ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ അത് വളരെ സഹായിക്കും. കമ്പനിയിൽ നിന്ന് സാമ്പത്തികം ചോദിച്ച് വാങ്ങിക്കുന്ന കാര്യം ഓർത്താൽ നമ്മൾ പലപ്പോഴും ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് അടിവെക്കുന്ന ആ എനർജി ഉണ്ടെങ്കിൽ നമുക്ക് വർക്കിൽ കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റും. അത് എല്ലാ തരത്തിലും നമ്മളെ സഹായിക്കും. ഇതൊരു 10 കൊല്ലമായി ഞാൻ പിന്തുടർന്നു വരുന്ന ഒരു കാര്യമാണ്. അതെനിക്ക് വളരെ റിവാർഡിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. 20-30% ടാക്സ് വാങ്ങിക്കുന്ന ഗവൺമെൻറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് തിരിച്ചു കിട്ടുന്നത് എന്നോർത്താൽ നിങ്ങൾക്കിത് തീർച്ചയായും ചെയ്യാൻ സാധിക്കും. ഒരു തരത്തിലും നിങ്ങൾ അർഹിക്കുന്ന ഒരു തുക കമ്പനിയിൽ നിന്ന് കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ കമ്പനി മാറാൻ നിങ്ങൾ ശ്രമം നടത്തുന്നത് നല്ലതാണ്. ഇതിനായി നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ സ്വന്തമായി പഠന പരിശീലനങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. ഉപയോഗിക്കാത്ത സാധനങ്ങൾ വിൽക്കുക. നിങ്ങളുടെ വീട്ടിലെ ഉപയോഗശൂന്യമായ സാധനങ്ങൾ വിൽക്കുക. ഇത് പെട്ടെന്ന് പണം ലഭിക്കാൻ സഹായിക്കും. നിങ്ങളുടെ ചിലവുകൾ കുറയ്ക്കുക. അനാവശ്യമായ സബ്സ്ക്രിപ്ഷനുകൾ ഒഴിവാക്കുക. എല്ലാ സബ്സ്ക്രിപ്ഷനുകളും, സ്ട്രീമിംഗ് സേവനങ്ങൾ, ആപ്പുകൾ, ജിം തുടങ്ങിയവ പരിശോധിച്ച് ഉപയോഗിക്കാത്തവ റദ്ദാക്കുക. നിങ്ങൾക്ക് തീരുമാനിക്കാവുന്ന ചിലവുകൾ കുറയ്ക്കുക. അതായത് നിങ്ങൾക്ക് തീരുമാനിച്ച് ചെയ്യാവുന്ന ചിലവുകൾ കുറയ്ക്കുക. വീട്ടിൽ കൂടുതൽ പാചകം ചെയ്യുക, വില കുറഞ്ഞ വിനോദ ഓപ്ഷനുകൾ കണ്ടെത്തുക, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ചിലവുകൾ കുറയ്ക്കുക എന്നീ കാര്യങ്ങൾ ഉൾപ്പെടുത്താം. വലിയ വാങ്ങലുകൾക്ക് 30 ദിവസത്തിൻ്റെ നിയമം പരിഗണിക്കുക. അതായത് വാങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു 30 ദിവസം കാത്തിരിക്കുക. നിങ്ങൾക്ക് ആ TV വേണോ, അല്ലെങ്കിൽ പുതിയൊരു മോഡൽ വാഷിംഗ് മെഷീൻ വേണോ, അങ്ങനെ ഒരു 30 ദിവസം ആലോചിച്ചിട്ട് നിങ്ങൾ വീണ്ടും വേണം തോന്നുവാണെങ്കിൽ മാത്രം ചെയ്യുക. പിന്നെ ബില്ലുകൾ ചർച്ച ചെയ്യുക. ഇൻ്റർനെറ്റ് ബില്ല്, കേബിൾ, അങ്ങനെ ഇൻഷുറൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ സേവനദാതാക്കളുമായി ചർച്ച ചെയ്ത് അതിനകത്ത് എന്തെങ്കിലും കുറക്കാൻ കഴിയുമോ എന്ന് ചോദിക്കാം. അങ്ങനെ കുറച്ച് ലാഭിക്കാൻ പറ്റും. പലചരക്ക് സാധനങ്ങൾ ശ്രദ്ധയോടെ വാങ്ങിക്കുക. നമുക്ക് ആവശ്യമുള്ളത് മാത്രം, പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക. അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഷോപ്പിംഗ് ചെയ്യുക. ഒഴിഞ്ഞ വയറിൽ പോയി ഷോപ്പിംഗ് ചെയ്യുന്നത്
അനാവശ്യ ചിലവുണ്ടാക്കും. പിന്നെ വേറൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഊർജ്ജ ഉപയോഗം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ അൺപ്ലഗ് ചെയ്ത് വെക്കുക. പിന്നെ AC ഉപയോഗിക്കുന്നവർ ആവശ്യത്തിലധികം തണുപ്പ് കൊടുക്കാതെ അത് ക്രമീകരിക്കുക. അപ്പോൾ നല്ലതായിട്ട് വൈദ്യുതി ലാഭിക്കാൻ പറ്റും. അതുപോലെ 6 മുതൽ 10 വരെയുള്ള ടൈമിൽ വളരെ കുറച്ച് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാൻ നോക്കുക. ഇതിനായി ഒരു കാര്യം ചെയ്യാവുന്നത് ഓഫീസിൽ പോകുന്നതിന് മുമ്പ് അലക്കാനിട്ടിട്ട് പോകാം. അതുപോലെ മിക്സിയിൽ അരക്കാനുള്ള കാര്യങ്ങൾ അവധി ദിവസങ്ങളിൽ അരച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഉയർന്ന പലിശയുള്ള കടം റീഫിനാൻസ് ചെയ്യുക. നിങ്ങൾക്ക് ഉയർന്ന പലിശയുള്ള ലോണുകൾ, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ വ്യക്തിഗത ലോണുകൾ, പേഴ്സണൽ ലോൺസ് ഉണ്ടെങ്കിൽ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് റീഫിനാൻസ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ എങ്ങനെയും കുറച്ച് പൈസ വന്നു കഴിഞ്ഞാൽ അത് ഈ കാര്യങ്ങൾ ആദ്യം അടക്കുക. അപ്പം ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്ന് നമുക്ക് ഒരുപാട് ലാഭിക്കാൻ പറ്റും. പിന്നെ ഈ മാസം ആദ്യം ചിലവഴിക്കുന്നത് സേവ് ചെയ്യാനായിരിക്കണം. അതായത് നമുക്ക് ശമ്പളം വന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ ഈ ഓട്ടോമാറ്റിക്കായിട്ട് സേവിങ്ങിലേക്ക് പോകുന്ന രീതിയിൽ, ശമ്പള ദിവസം തന്നെ പോകുന്ന രീതിയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും ഗുണകരമാണ്. നമ്മൾ മറ്റെന്തെങ്കിലും ചിലവാക്കി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സേവ് ചെയ്യാനുള്ള സംവിധാനം ഇല്ലാതെ വരും. അതുകൊണ്ട് സേവിങ് സ്ഥിരമായിട്ട് കിട്ടും, എളുപ്പമായി തീരും. പിന്നെ ഹൈ ഈൽഡുള്ള ഒരു അക്കൗണ്ട് തുറക്കുക. അതായത് അക്കൗണ്ടുകൾ നമ്മുടെ സാധാരണ FD ഒക്കെ റേറ്റ് കുറവാണ്. അതിന് നമുക്ക് ഇൻഫ്ലേഷന് തരണം ചെയ്യാൻ അത് സാധാരണ ഒരു അക്കൗണ്ട് കൊണ്ട് നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഹൈ ഈൽഡുള്ള എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പണം കുറച്ച് നിക്ഷേപിക്കുക. അതായത് SIP അങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയ ഇതിൽ മേഖലയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ അത് നല്ലതായിട്ട് അറിയുന്ന ആൾക്കാരുടെ ഉപദേശം തേടി ചെയ്യുക. ചില പ്രത്യേക കാര്യങ്ങൾക്ക്, അതായത് യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ എമർജൻസി ഫണ്ട്, വീട് വാങ്ങിക്കാനുള്ള അഡ്വാൻസ്, അങ്ങനെയുള്ള വെക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫണ്ട് സെപ്പറേറ്റ് വെക്കുന്നത് സേവിങ്സിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും, പ്രചോദിപ്പിക്കുകയും ചെയ്യും. അതിൻ്റെ പ്രോഗ്രസ് നമുക്ക് പെട്ടെന്ന് അറിയാനും പറ്റും. പിന്നെ അതുപോലെ എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക. 3 മുതൽ 6 മാസം വരെയുള്ള ജീവിത ചെലവുകൾക്ക് വേണ്ടിയിട്ട് ഒരു എമർജൻസി ഫണ്ട് സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിക്കുക. അപ്പോൾ നമുക്കതൊരു ഒരു 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 പ്രാഥമിക സുരക്ഷാ വലയമായിട്ട് അത് ആക്ട് ചെയ്യും. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എന്തായാലും എടുക്കുക. അത് കഴിയുമെങ്കിൽ നോക്കാതെ എടുക്കുക. കാരണം എപ്പോഴാണ് ഒരു ആശുപത്രി ചിലവ് വരിക എന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു വലിയ ചിലവ് പെട്ടെന്ന് ആ ചിലവ് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വരുമാനം വരുന്നതനുസരിച്ച് ഈ കടങ്ങൾ വീട്ടുക. അങ്ങനെ പലിശയിനത്തിലുള്ള നമുക്ക് ലാഭിക്കാൻ പറ്റും. പിന്നെ ബാക്കി വരുന്ന പൈസ, ഈ കടങ്ങൾ തീർന്നു കഴിഞ്ഞുള്ള പൈസ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുക. ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മുടെ പൈസ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. ഹ്രസ്വകാല ബോണ്ടുകൾ അല്ലെങ്കിൽ ഡിവിഡൻഡ് നൽകുന്ന തരത്തിലുള്ള ബോണ്ടുകളൊക്കെ വരുമാനം ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. നികുതി ആനുകൂല്യമുള്ള സേവിങ്സ് പ്ലാൻ, അതായത് ടാക്സ് എക്സംഷനുള്ള സേവിങ്സ് പ്ലാനിലേക്ക് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അത് അടിയന്തരമായിട്ട് പൈസ ആവശ്യമില്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്നുള്ള ടാക്സ് സേവിങ് കിട്ടും. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ഇത് വളരെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യണം. വളരെ സ്ഥിരമായിട്ട് എപ്പോഴും ഒരു ചെറിയ തുകയാണെങ്കിലും എപ്പോഴും ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കാലാകാലം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അത് പിന്നീട് നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് മാറും. പിന്നെ സാമ്പത്തികമായ അച്ചടക്കം നമ്മൾ പാലിക്കണം. വെറുതെ ചിലവുകൾ വരുത്തരുത്. പിന്നെ ഈ സമ്പാദ്യ ലക്ഷ്യങ്ങൾ ഇടയ്ക്കിടെ നമ്മൾ പുനഃപരിശോധിക്കണം. നമ്മൾ ചെയ്യുന്നത് റൈറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് വീണ്ടും നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സാമ്പത്തിക ഭദ്രത ഉണ്ടാവുകയും ചെയ്യും, നമുക്ക് സർപ്ലസ് എമൗണ്ട് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ആവശ്യത്തിന് പണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ഒരു മനസ്സിൻ്റെ തൃപ്തി കൂടിയാണ്. മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്ത് മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുക. അപ്പോൾ ഇതിലൂടെ നമുക്ക് അനാവശ്യമായ ആശുപത്രി വിസിറ്റുകൾ കുറയ്ക്കാനും പറ്റും. സമ്പത്തിനെ പറ്റി വ്യാധിയില്ലാതെ ജീവിക്കാനും സാധിക്കും. അപ്പോൾ നല്ലൊരു ഭാവിക്കായി നിങ്ങൾക്ക് എൻ്റെ ആശംസകൾ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.